വാർത്തകളിലേക്ക് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല നിർണായക കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ നടക്കുകയാണ്. വീടിനുള്ളിലെ ദൃശ്യങ്ങളാണ്. എന്തായാലും ഇരുവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം വളരെ നിർണായകമായ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന നീരസമൊക്കെ അത് ഒഴിവാക്കാനുള്ളൊരു ശ്രമമാണ് എന്തായാലും വി.ഡി. സതീശൻ തന്നെ നേരിട്ട് ഇടപെട്ട് നടത്തുന്നത്. ഒപ്പമുള്ള MLA-മാരിൽ ചിലർ, അത് വി.ടി. ബൽറാം അടക്കമുള്ള ആളുകൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകേണ്ടത്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ 21 മന്ത്രിമാരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു സത്യപ്രതിജ്ഞയിലേക്ക് പോകാനാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നത്. ആ തരത്തിലേക്ക് പോകണമെങ്കിൽ അതിന് മുൻപ് തന്നെ ഈ മന്ത്രിസഭ സംബന്ധിച്ച ആരൊക്കെയാണ് മന്ത്രിമാർ, ഏതൊക്കെയാണ് വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളാണ്. ആ തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ആ തരത്തിൽ ഘടകകക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവൻ MP ചേരുകയാണ് അവിടെ വഴുതക്കാട്ടെ വീട്ടിന് മുന്നിൽ നിന്ന്. MP ദേവൻ, എന്തായാലും ഈ വളരെ നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് ഈ ചർച്ചയുടെ കൂടി ഭാഗമായാണ്. അല്പസമയത്തിനകം നേതാക്കൾ പ്രതികരിക്കും എന്നുകൂടി മനസ്സിലാക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ വീടിനുള്ളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് നേരെ വി.ഡി. സതീശൻ വന്നത് രമേശ് ചെന്നിത്തലയുടെ ഈ ദേവദത്തം എന്ന വഴുതക്കാട്ടെ വീട്ടിലേക്കാണ്. ഇപ്പോൾ അവിടെ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നു. MP ദേവൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദേവൻ, എന്തായാലും കൂടിക്കാഴ്ച പുരോഗമിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാക്കുക എന്ന് തന്നെയാണ് ഈ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക്, ഈ സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കേട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി തന്നെ ആ തരത്തിലൊരു പരിഹാരം കണ്ടതിന് ശേഷം ഈ സത്യപ്രതിജ്ഞയിലേക്ക് പോകാമെന്നാണ് വി.ഡി. സതീശൻ കരുതുന്നത്. അതിന്റെ ആദ്യഘട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രുചീഷ്, ഒരു അനുനയ നീക്കത്തിനായി വി ഡി സതീശൻ തന്നെ നേരിട്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതോടുകൂടി തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വലിയ രീതിയിൽ തന്നെ ആ അതൃപ്തി നേതൃത്വത്തിനോട് പ്രകടമാക്കിയിരുന്നു. ഹൈക്കമാൻഡിന് മുന്നിലും ഒപ്പം തന്നെ ACCക്ക് മുന്നിലും എല്ലാം തന്നെ ഈ ഒരു അതൃപ്തി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ ഒരു പരസ്യ പ്രതികരണം ഇപ്പോഴും തുടരുന്നു. അതുതന്നെയാണ് രാവിലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അദ്ദേഹം വലിയ പ്രതികരണങ്ങൾക്ക് നിൽക്കാതെ ഇവിടെ നിന്നും മടങ്ങിയതും. ആ ഒരു അതൃപ്തി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ശരീരഭാഷയിലൂടെ പ്രകടമായിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആകുന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഒരു പരിഹാരത്തിലൂടെ, ഈ ചർച്ചയിലൂടെ പരിഹരിക്കാനാകുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് വി.ഡി. സതീശനും ഉള്ളത്. പ്രത്യേകിച്ചും തൻ്റെ പ്രിയപ്പെട്ട ലീഡറാണ്, അല്ലെങ്കിൽ തൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് വി.ഡി. സതീശൻ ആവർത്തിക്കുമ്പോഴും അത്തരം ഒരു പ്രതികരണമല്ല പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തുന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് വി.ഡി. സതീശൻ വീട്ടിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ താൻ ആ സമയത്ത് വീട്ടിലുണ്ടാകില്ല എന്നുള്ളൊരു അറിയിപ്പ് നൽകുന്നത് പോലെ തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം ഇപ്പോൾ 11 കൂടി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തുന്നു എന്നുള്ള അറിയിപ്പ് മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ലഭിച്ചതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോടൊപ്പം വീട്ടിനുള്ളിൽ അൻവർ സാദത്ത് MLA-യും ഒപ്പം തന്നെ വി.ടി. ബൽറാമും ഒപ്പം തന്നെ ജോസഫ് വാഴക്കനടക്കമുള്ള നേതാക്കളും ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അകത്തുണ്ട്. ഇവരെല്ലാവരുമായി ഇപ്പോൾ വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. മുൻപ് നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലൂടെ പറയുന്നത് പോലെ തന്നെ കൃത്യമായ ഉപാധികൾ രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രത്യേകിച്ചും ആഭ്യന്തര മന്ത്രിസ്ഥാനം എന്ന വകുപ്പ് തനിക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കൊപ്പമുള്ള 2 MLA-മാർക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകണം എന്നൊരു ആവശ്യം കൂടി, അത്തരമൊരു ഉപാധി കൂടി രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കുകയാണ്. ജോസഫ് വാഴക്കനടക്കമുള്ള, അല്ലെങ്കിൽ ജോസഫ് വാഴക്കനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനവും കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കടുത്ത ഉപാധികളാണ് നേതൃത്വത്തിന് മുന്നിൽ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിൽ ഏതൊക്കെ കാര്യത്തിൽ നേതൃത്വം വഴങ്ങും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ നേതൃത്വം വഴങ്ങുമോ എന്നുള്ളൊരു കാര്യം ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. വി.ഡി. സതീശൻ തന്നെ നേരിട്ടെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മന്ത്രിസഭയിൽ ഒപ്പം ഉണ്ടാകുന്നുള്ള ഒരു കാര്യം അദ്ദേഹം ആവശ്യപ്പെടും. പക്ഷേ ആ ആവശ്യത്തെ നിരാകരിക്കും
നിരാകരിക്കുമോ അല്ലെങ്കിൽ വി ഡി സതീശനോടൊപ്പം 16ാം നിയമസഭയുടെ അല്ലെങ്കിൽ 16ാം നിയമസഭയിൽ മന്ത്രിസഭയുടെ ഭാഗമായി രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതല്ല ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അതൃപ്തി തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ നേടിയ ആ ഒരു വലിയ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും അത് കടക്കുക. പ്രത്യേകിച്ചും 102 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ചർച്ചയിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. ഏകദേശം 11 ദിവസത്തോളമാണ് അത്തരം ചർച്ചകൾ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യത്തിൽ തീരുമാനമായി വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി ആ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുന്നു. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ഏകദേശം ഇപ്പോൾ ഈ മെയ് മാസം 25-ാം തീയതി ആകുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സ് പൂർത്തിയാകുന്നു. അങ്ങനെ കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തോളം തന്നെ പ്രായമുള്ള ഒരു വ്യക്തി, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻപും ആഭ്യന്തര വകുപ്പ് അടക്കം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി, പ്രതിപക്ഷ നേതൃസ്ഥാനത്തടക്കം KPCC അധ്യക്ഷ സ്ഥാനത്തടക്കം എല്ലാം തന്നെ അങ്ങനെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളെല്ലാം തന്നെ പാർട്ടിയെ നയിച്ച ഒരു വ്യക്തി ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഈ തവണ തനിക്ക് ലഭ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ആ ഒരു പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യം, ഒരു അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ വി ഡി സതീശന്റെ ആവശ്യപ്രകാരം, വി ഡി സതീശൻ നേരിട്ടെത്തി ആവശ്യപ്പെടുന്നത് പ്രകാരം അദ്ദേഹം മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുമോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങനെ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നുള്ളതും ആ ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. അത്തരം ഒരു സമവായത്തിലൂടെ മാത്രമായിരിക്കും ഇതൊരു പരിഹാരം കണ്ടെത്താനായി കോൺഗ്രസും അല്ലെങ്കിൽ നേതൃത്വവും തീരുമാനിക്കുക. അതിനായി ജോസഫ് വാഴക്കനും അൻവർ സാദത്ത് അടക്കമുള്ള MLA-മാരെ നേരത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇരുവരും ഇന്ന് രാവിലെ മുതൽ തന്നെ അൻവർ സാദത്ത് MLA അടക്കമുള്ള നേതാക്കൾ ഇന്ന് രാവിലെ മുതൽ തന്നെ രമേശ് ചെന്നിത്തലയോടൊപ്പം രാവിലെ മുതൽ തന്നെ വഴുതക്കാടുള്ള വീട്ടിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. തൊട്ടു പിന്നാലെയാണ് VT ബൽറാമും അബിൻ വർക്കിയും അടക്കമുള്ള നേതാക്കൾ കൂടി MLA-മാർ കൂടി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കൂടിക്കാഴ്ച ഇപ്പോൾ 10 മിനിറ്റോളം പിന്നിടുന്നു. അകത്ത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വി ഡി സതീശനും മറ്റ് നേതാക്കളും എല്ലാം തന്നെ ഒത്തിരിച്ചുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് പിന്നിടുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സമവായത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളം അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. കാരണം ഈ പിണക്കം മാറ്റാൻ പറ്റുമോ വി ഡി സതീശന് എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം 43 വർഷം മുൻപ് കേരളത്തിൽ മന്ത്രിയായിരുന്ന ആൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് 27-ാം വയസ്സിൽ മന്ത്രിയായ ആളാണ്. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന് കരുതിയിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുന്നത്. വി ഡി സതീശൻ എന്തായാലും മുഖ്യമന്ത്രിയായി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളിയ രമേശ് ചെന്നിത്തല അതിൽ താഴേക്ക് പോകാൻ എന്തായാലും തയ്യാറാകുമെന്നതാണ് ഇനി അറിയേണ്ടത്.